അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുഹമ്മദ് ബാവ അബ്ദുറഹ്മാൻ നഗർ, വേങ്ങര നിയോജക മണ്ഡലത്തിലാണ്, മലപ്പുറം ജില്ല. ബഹുമാന്യനായ സഹോദരൻ വിഷയാവതരണത്തിൽ ഇവിടെ ധാരാളം കാര്യങ്ങൾ പരാമർശിച്ചു. എന്താണ് ഇബാദത്ത്, എന്താണ് ദുആ, വിശുദ്ധ ഖുർആൻ പറഞ്ഞുകൊണ്ട് ഇവിടെ വിശദീകരിച്ചു. അതോടൊപ്പം എന്താണ് എന്നും വിശദീകരിച്ച കൂട്ടത്തിൽ എങ്ങനെയാണ് ശിർക്കുണ്ടാവുക എന്ന് വിശദീകരിച്ച് കണ്ടില്ല. എഴുത്തിക്കാതിൽ ഒരാളുടെ വിശ്വാസത്തിലാണ് ആദ്യമായി ശിർക്കുണ്ടാവുക, പിന്നീടാണ് കർമ്മത്തിൽ ശിർക്ക് വരുന്നത്, പിന്നീടാണ് തേട്ടം കർമ്മമായി വരുന്നത്. എൻ്റെ നാട്ടുകാരനായ അബ്ദുൽ ജബ്ബാർ മൗലവിയുടെ ആ വിവാദ ലേഖനം വിഷയാവതരണത്തിൽ ഇവിടെ പരാമർശിച്ചു. 2007 ആ ലേഖനം അദ്ദേഹം എഴുതിയത്. സമസ്തയിലുള്ള അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് മുജാഹിദുകളുടെ തൗഹീദിനെ ചോദ്യം ചെയ്ത സന്ദർഭത്തിൽ അതിനാരും മറുപടി പറയാത്തൊരു സാഹചര്യം വന്ന ആ ഒരു ഘട്ടത്തിലാണ് ബഹുമാന്യനായ അബ്ദുൽ ജബ്ബാർ മൗലവി ആ ലേഖനം എഴുതിയത്. 2012 അത് ഷിർക്കാണ് എന്ന് KJയും KNMും തീരുമാനമെടുക്കുന്നത്. എന്തുകൊണ്ടാണ് ഇത്രയും വർഷങ്ങളെടുത്തത്? അതേപോലെ തന്നെ ഒരാളുടെ വിശ്വാസത്തിൽ ദുആ ഇല്ലാതെ, ഇബാദത്തില്ലാതെ, അഥവാ അഖ്സാ ഗായത്തുൽ ഖുളൂഇ വ തദല്ലുലി തലബുൽ ഇൽമി ഫരീദത്തുൻ തലബുൽ ഇൽമി, പ്രാർത്ഥനയില്ലാതെ, തലബുൽ അബ്ദി അൽ ഹവായിജ, അഥവാ ഇബാദത്തും പ്രാർത്ഥനയും ഇല്ലാതെ ഒരാളുടെ വിശ്വാസത്തിൽ അള്ളാഹുവിൻ്റെ നാമഗുണവിശേഷണങ്ങൾ പങ്കുചേർക്കാതെ ജിന്നിനോട് വല്ലതും ചോദിച്ചാൽ, വല്ലതും തേടിയാൽ മുത്തലക്കൻ ഷിർക്കാകുന്നതിൻ്റെ മാനദണ്ഡം എന്താണ്? അതിൻ്റെ പ്രമാണം എന്താണ്? ഇതാണ് എൻ്റെ ചോദ്യം. ദുആ നമ്മൾ തർക്കമുള്ള വിഷയമല്ല, ഇബാദത്ത് തർക്കമുള്ള വിഷയമല്ല. ദുആഇൻ്റെയും ഇബാദത്തിൻ്റെയും പരിധിയിൽ വരുന്ന ഇസ്തിആനത്തും ഇസ്തിആദത്തും ഇസ്തിവാസയും നമ്മൾ തർക്കമുള്ള വിഷയമല്ല. ജിന്നിനോട് മുത്തലഖൻ ഷിർക്കാണ് എന്നുള്ളതിൻ്റെ പ്രമാണമാണ്. ബഹുമാന്യനായ ബാബാ സാഹിബ് തിരൂരിൽ നിന്ന് വന്ന ആളാണ്. അദ്ദേഹം പ്രസക്തമായ ചോദ്യങ്ങൾ ചോദിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് വന്ന വ്യക്തിയാണ്. അദ്ദേഹം ചോദിച്ച ചോദ്യത്തിൻ്റെ ഞാൻ മനസ്സിലാക്കിയ ഭാഗങ്ങൾ ഞാനൊന്ന് സൂചിപ്പിക്കാം. ജിന്നുകളോട് സഹായം തേടുന്നത് ജബ്ബാർ മൗലവി എഴുതിയ രൂപത്തിലുള്ള സഹായത്തേട്ടം. 2007 ഏപ്രിൽ ജബ്ബാർ മൗലവി എഴുതിയ രൂപത്തിലുള്ള സഹായത്തേട്ടം അത് പ്രാർത്ഥനയല്ലാത്ത സഹായത്തേട്ടാണ്. അത് ഏത് അള്ളാഹിൻ്റെ ദാത്തിലോ സിഫാത്തിലോ അഫ്ആലിലോ ഏതെങ്കിലുമാണ് പങ്കു ചേർക്കപ്പെടുന്നത് എന്നാണ് ചോദിച്ചതിൻ്റെ ഒരു രത്നച്ചുരുക്കം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ചോദ്യം വലുതായിരുന്നു, വിശദീകരിച്ചതായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു അവസ്ഥയിലാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം എന്ന് ഞാൻ മനസ്സിലാക്കാം. ഒന്ന്, ജബ്ബാർ മൗലവി പറഞ്ഞ കാര്യം, രാത്രിയുടെ ഇരുളിൽ തപ്പിത്തടഞ്ഞ് നടക്കുന്ന ഒരു മനുഷ്യൻ ഒരു ശബ്ദം കേൾക്കുകയാണ്, ആളെ കാണുന്നില്ല, ശബ്ദത്തിൻ്റെ ഉടമ ജിന്നാണ് എന്ന് വിചാരിച്ചുകൊണ്ട് ആ മനുഷ്യനെ തൊട്ട് മറഞ്ഞ ഗായിബായ ജിന്നിനോട് അദ്ദേഹം സഹായം തേടുകയാണ്. ആ സഹായത്തേട്ടം എന്തല്ല? ഷിർക്കല്ല, സൃഷ്ടിയുടെ കഴിവിൽപ്പെടാത്ത കാര്യം തേടിയതല്ല, അഥവാ ജിന്നിന് ആ തേട്ടത്തിന് മറുപടി കൊടുക്കാൻ പറ്റാത്തൊരു കാര്യമല്ല എന്നാണ് അദ്ദേഹം എഴുതിയത്. അതോടൊപ്പം തന്നെ പകൽ വെളിച്ചത്തിൽ വഴിതെറ്റിപ്പോയൊരു മനുഷ്യൻ ഇവിടെ എൻ്റെ ശബ്ദം കേൾക്കുന്ന പരിധിയിൽ വല്ല ജിന്നോ മലക്കോ ആരെങ്കിലും ഉണ്ടെങ്കിൽ സഹായിക്കട്ടെ, മനുഷ്യനോ ആരെങ്കിലും ഉണ്ടെങ്കിൽ സഹായിക്കട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് സഹായം തേടിയാൽ ആ സഹായത്തേട്ടം അഭൗതികമല്ല, സൃഷ്ടികളുടെ കഴിവിൽപ്പെടാത്തതല്ല എന്നുള്ള നിലക്കാണ് ജബ്ബാർ മൗലവിയുടെ ലേഖനം വരുന്നത്.
വാസ്തവത്തിൽ ഇവിടെ നമ്മുടെ തർക്കം എന്താണ്? നമ്മൾ തമ്മിലുള്ള തർക്കം ഈ സഹായത്തേട്ടം ദുആയാണോ അല്ലേ എന്നുള്ളതാണ്. നമ്മൾ തമ്മിൽ സഹായത്തേട്ടം ദുആ അല്ല എന്ന് വിസ്റ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ദുആയാണ് എന്ന് കേന്നമും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് പ്രാർത്ഥനയാണ്, അല്ലാഹുവല്ലാത്തവരോടുള്ള പ്രാർത്ഥനയാണ്. കാരണം മനുഷ്യ കഴിവിന് അതീതമായ കാര്യങ്ങളിൽ അല്ലാഹുവല്ലാത്തവരോട് സഹായം തേടുന്നതാണ് പ്രാർത്ഥന എന്ന് നമ്മൾ സമൂഹത്തെ പഠിപ്പിച്ച ആളുകളാണ്. മനുഷ്യ കഴിവിന് അതീതമായ വിഷയങ്ങളിൽ അത് ജിന്നുകളാകട്ടെ അല്ലെങ്കിൽ മലക്കുകളാകട്ടെ മറ്റ് ആരുമാകട്ടെ അവരോട് സഹായം തേടുക എന്നതാണ് പ്രാർത്ഥന എന്ന് കേരളത്തിലെ മുസ്ലിം സമൂഹത്തെ പഠിപ്പിച്ചത് നമ്മളാണ്. ആ നിർവചനപ്രകാരം, ആ വ്യാഖ്യാനപ്രകാരം ജബ്ബാർ മൗലവി പറഞ്ഞത് മനുഷ്യ കഴിവിന് അതീതമായിട്ടുള്ള തേട്ടമാണ്, അത് പ്രാർത്ഥനയാണ്. അത് പ്രാർത്ഥനയാണെങ്കിൽ ഒരാൾ അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിച്ചാൽ ഏതൊക്കെ സിഫാത്തുകളിലാണോ പങ്കു ചേർക്കപ്പെടുക, ഏതൊക്കെ അഫ്ആലുകളിലാണോ പങ്കു ചേർക്കപ്പെടുക, അവിടെ ഒക്കെ പങ്കു ചേർക്കപ്പെട്ടു. അവിടെ എല്ലാം അത് പങ്കു ചേർക്കപ്പെട്ടു. ഇബാദത്തിൽ പങ്കു ചേർക്കപ്പെട്ടു. പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കുക, ഇബാദത്തിൽ പങ്കു ചേർത്തു. അതാണ് ജബ്ബാർ മൗലവി എഴുതിയിട്ടുള്ള ലേഖനത്തിൻ്റെ അപകടം എന്ന് പറയുന്നത്. ഇനി ഇങ്ങനെ ഒരു വീക്ഷണം നമുക്ക് ഇസ്ലാഹ് 2007 ഇപ്പം സാധാരണ പറയേണ്ട 2012 KNM പിന്നെ ജിന്നുകളോടുള്ള എല്ലാ സഹായത്തേട്ടവും ശിർക്കാണ് എന്ന പുതിയ തൗഹീദ് കൊണ്ടുവന്നത് എന്ന് പറയാറുണ്ട്. ഞാൻ വായിക്കുന്നത് 2007 മാർച്ച് മാസത്തിൽ അഥവാ ജബ്ബാർ മൗലവി ഈ ലേഖനം ഏപ്രിലാണ് ജബ്ബാർ മൗലവി എഴുതുന്നത്. അതിൻ്റെ ഒരു മാസം മുമ്പ് ഇസ്ലാഹ് മാസികയിൽ എഴുതി. എന്താ എഴുതിയത്? മരണപ്പെട്ടവർക്ക് തങ്ങളെ സഹായിക്കാൻ കഴിയുമെന്ന് വിശ്വസിച്ചാൽ അത് ശിർക്ക് തന്നെ. മരണപ്പെട്ടവർക്ക് മനുഷ്യനെ സഹായിക്കാൻ കഴിയും എന്ന് വിശ്വസിച്ചാൽ അത് ശിർക്ക് തന്നെ. കാരണം അത് സൃഷ്ടികളുടെ കഴിവിനതീതമാണ്. അത് സൃഷ്ടികൾക്ക് കഴിയാത്ത കാര്യമാണ്. മരിച്ച മനുഷ്യർക്ക്, ഭൂമിയിലുള്ള മനുഷ്യരുടെ സഹായത്തേട്ടം കേട്ടിട്ട് ഉത്തരം ചെയ്ത് സഹായിക്കാൻ പറ്റില്ല. സൃഷ്ടി കഴിവിന് അതീതമായിട്ടുള്ള കാര്യമാണ്. ഇപ്രകാരം തന്നെയാണ് വിളിച്ചു തേടുന്നവരെ സഹായിക്കാൻ മലക്കുകൾക്കും ജിന്നുകൾക്കും കഴിയുമെന്ന വിശ്വാസം. അഖീദയിൽ പിന്നെ ശിർക്ക് വരണമെന്ന് പറഞ്ഞല്ലോ. ചോദ്യത്തിന്റെ ഒരു ഭാഗം അതായിരുന്നു, അഖീദയിൽ ശിർക്ക് വരാതെ കർമ്മത്തിൽ ശിർക്ക് വരുമോ എന്നാണ് ചോദ്യം. അഖീദയിലെ ശിർക്കാണ് ആര് പഠിപ്പിക്കണത്? പിന്നെ 2007 മാർച്ച് മാസത്തിലെ വിചിന്തനം പിന്നെ ഇസ്ലാഹ് മാസിക പഠിപ്പിക്കുന്നത്. ഈ ഇസ്ലാഹ് മാസികയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇതിന്റെ പത്രാധിപ സമിതി ആരാണെന്നറിയോ? ഒന്ന് ഹുസൈൻ സലഫിയാണ്, രണ്ട് പിന്നെ ഫൈസൽ മുസ്ലിയാരാണ്. അതല്ലാത്ത വേറെ ആളുകളുണ്ട്. ഹുസൈൻ സലഫിയുടെയും ഫൈസൽ മുസ്ലിയാരുടെയും പത്രാധിപ സമിതിയിൽ പുറത്തിറങ്ങിയ ലേഖനത്തിൽ പറയുന്നു, മരിച്ചവർ ജീവിച്ചിരിക്കുന്നവരെ സഹായിക്കാൻ കഴിയും എന്ന അഖീദ, എന്ന വിശ്വാസം ശിർക്കായതുപോലെ തന്നെ ഒരു മനുഷ്യൻ മലക്കുകളെയോ ജിന്നുകളെയോ വിളിച്ച് സഹായം തേടിയാൽ ഉത്തരം ചെയ്യുമെന്ന വിശ്വാസവും ശിർക്ക് തന്നെ. അഖീദയും ശിർക്ക് തന്നെ. ഇവിടെ എവിടെയാണ് അഖീദയിൽ പിഴവ് സംഭവിച്ചത്? ഞാൻ ഒരു ഗായിബിനോട് തേടിയാൽ, ഞാൻ അദൃശ്യ സൃഷ്ടികളോട് തേടിയാൽ, ഗായിബീങ്ങളോട് തേടിയാൽ ആ ഗായിബായ സൃഷ്ടി എനിക്ക് ഉത്തരം ചെയ്യും, അതിനുള്ള ഖുദറത്ത് അതിനുണ്ട്, ഖാദിറാണ് എന്ന അഖീദയാണ് ശിർക്ക് വന്നത്. ആ അഖീദയുടെ അടിസ്ഥാനത്തിലാണ് ഇനി അവരോടുള്ള സഹായത്തേട്ടം നടക്കാൻ പോകുന്നത്. അപ്പൊ അഖീദയിൽ ഒരു ശിർക്കും വന്നിട്ടില്ല എന്ന് വിചാരിക്കണ്ട. അഖീദയിലെ ശിർക്ക് വിശദീകരിച്ച് തന്നത് 2007 മാർച്ച് മാസത്തിലെ ഇസ്ലാഹ് മാസികയാണ്. ആ വ്യാഖ്യാനം അനുസരിച്ച് പിന്നെ ഫൈസൽ മുസ്ലിയാരും ഹുസൈൻ സലഫിയും അടങ്ങുന്ന പത്രാധിപ സമിതി എഴുതിയ ആ വ്യാഖ്യാനം അനുസരിച്ച് രാത്രിയുടെ ഇരുളിൽ ജബ്ബാർ മൗലവി പറഞ്ഞ ജിന്നിനോടുള്ള സഹായത്തേട്ടം ശിർക്കാണ് എന്ന് വ്യക്തമാണ്. ഇതാണ് മുജാഹിദുകളുടെ നിലപാട്. 2011 മദീനത്തുൽ ഉലൂം അറബിക് കോളേജ് ഓഡിറ്റോറിയത്തിൽ വെച്ച് ഇതേ സഹായത്തേട്ടത്തെയാണ് ശിർക്കാണ് എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ PN അബ്ദുൽ ലത്തീഫ് മദനിയും കുഞ്ഞു മുഹമ്മദ് മദനിയും അതുപോലെ തന്നെ ഷമീർ മദീനിയും ഹംസ മദീനിയും അതുപോലെയുള്ള സക്കരിയ സലാഹിയും അബൂബക്കർ സലഫിയും അടങ്ങുന്ന ആളുകൾ എഴുതി ഒപ്പിട്ട് തന്നതും ഈ പറഞ്ഞ 2011 ഇത് ശിർക്കാണ് എന്ന് അംഗീകരിച്ചിട്ടാണ്. 2012 പുതുതായി ഉണ്ടാക്കിയതല്ല. ഞാൻ ചോദ്യത്തിന്റെ എല്ലാ ഭാഗങ്ങളും
ഭാഗങ്ങളും ഏറെക്കുറെ സ്പർശിച്ചു എന്ന് വിചാരിക്കുകയാണ്. അഖീദയിൽ ശിർക്ക് എവിടെ എന്ന് ചോദിച്ചു. അതാണ് ഞാൻ പറഞ്ഞത്, തങ്ങളുടെ തേട്ടത്തിന് ഉത്തരം ചെയ്യാനുള്ള ഖുദ്റത്തുണ്ട് എന്നതാണ് അഖീദയിൽ ശിർക്ക്. പിന്നെ ഇത് ഏതിലാണ് പങ്കുചേർക്കപ്പെടുന്നത്? അള്ളാഹ്ക്കുള്ള ഇബാദത്തിലാണ് പങ്കുചേർക്കപ്പെടുന്നത്. ഇത് എന്താണ്? ദുആയാണ്. ദുആ അല്ലാഹു അല്ലാത്തവരോട് ചെയ്താൽ ഏതെല്ലാം സിഫാത്തുകളിൽ, ഏതെല്ലാം അഫ്ആലുകളിൽ പങ്കുചേർക്കപ്പെടുമോ അവിടെയൊക്കെ പങ്കുചേർക്കപ്പെടും. ഇത് പ്രാർത്ഥനയാണ് എന്നെല്ലാം വിശദീകരിച്ചിട്ടുണ്ടാകും. അദ്ദേഹത്തിന് അത് ബോധ്യമായിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു.